കാസർഗോഡ് ചെറുവത്തൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 സമീപം വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമെന്ന ആശങ്ക. അപകട സാധ്യത കണ്ടെത്തിയ പ്രദേശത്ത് സുരക്ഷയൊരുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടും നിർമ്മാണ കമ്പനിയായ മേഘ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല. ഇന്നലെയുണ്ടായ മണ്ണിടിച്ചിലിൽ കാറിൽ സഞ്ചരിച്ചിരുന്ന അധ്യാപിക അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, ഇപ്പോഴും മണ്ണിടിയാനുള്ള സാധ്യത തന്നെയാണോ അവിടെ നിലനിൽക്കുന്നത്? നാട്ടുകാരുടെ ആരോപണം എന്താണ്? വീരമലക്കുന്നിൽ ഇനിയും മണ്ണിടിയും എന്ന ആശങ്കയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. നാട്ടുകാർ നേരത്തെ തന്നെ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജില്ലാ ഭരണകൂടം നടത്തിയ ഡ്രോൺ പരിശോധനയിലും ഇവിടെ നിരവധി സ്ഥലത്ത് വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. ആ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടിയെടുക്കാൻ ദേശീയപാത അതോറിറ്റിയോടും അതോടൊപ്പം തന്നെ നിർമ്മാണ കരാർ കമ്പനിയോടും നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ വേണ്ട രൂപത്തിൽ വേഗത്തിൽ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ മേഘ പരാജയപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ ഒരു ദുരന്തം ഉണ്ടായത്. ഇപ്പോഴും ഇതുവഴി ചരക്ക് ഗതാഗതം മാത്രമേ പുനഃസ്ഥാപിച്ചിട്ടുള്ളൂ. മറ്റു വാഹനങ്ങളെ പൂർണ്ണമായും വഴിതിരിച്ചു വിടുകയാണ്. ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ കോൺക്രീറ്റ് ഭിത്തി സ്ഥാപിച്ച് സുരക്ഷ ഒരുക്കണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ജില്ലാ ഭരണകൂടം അത്തരത്തിൽ നിരവധി തവണ യോഗം ചേർന്ന് ദേശീയപാത അതോറിറ്റിയോട് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ദേശീയപാത അതോറിറ്റി ഇത് ഗൗരവത്തിലെടുത്തില്ല എന്ന് സ്ഥലം MLA തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം കഴിഞ്ഞ ദിവസമുണ്ടായ ഈ വലിയ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട സിന്ധു ടീച്ചർ ഇവിടെ നമ്മളോടൊപ്പമുണ്ട്. ഇന്നലെ ഇതുവഴി പോവുകയായിരുന്നു. SN TTIയിലെ അധ്യാപികയാണ്. സ്കൂൾ വിസിറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ രാവിലെ യാത്ര നടത്തിയത്. അപ്പോൾ ഉണ്ടായ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി നാട്ടുകാർ എത്തി ഈ കാറിൽ നിന്ന് പുറത്തെത്തിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നു. എന്തായിരുന്നു ഇന്നലത്തെ ഒരു അനുഭവം? ഇന്നലെ ശരിക്കും പേടിച്ചു പോയി. അത് ആ ഹൈറ്റിൽ നിന്ന് മണ്ണ് വരുന്ന കാണുമ്പോൾ അത് ടോപ്പിൽ നിന്ന് ഇളകി വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എന്തായാലും മണ്ണ് റോഡിലേക്ക് എത്തുന്നുള്ള അത് അറിയുന്നതുകൊണ്ട് ഞാൻ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചു. അപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് വാഹനങ്ങളൊന്നും കടന്നു പോയിട്ടുണ്ടായില്ല. അപ്പം റൈറ്റ് സൈഡിലേക്ക് എത്തിയതും മണ്ണ് റോഡിലേക്ക് വളരെ ശക്തിയോടെ തന്നെ വന്ന് പതിച്ചു. അതിനുശേഷമാണ് എൻ്റെ വണ്ടി സ്ലൈഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് സ്ലൈഡ് ചെയ്ത് പിന്നെ റൈറ്റ് സൈഡിലേക്ക് വലിയ കുഴിയാണ്, അതിലേക്ക് വീഴുമെന്ന് തോന്നിയപ്പോൾ ഞാൻ വണ്ടി എൻജിൻ ഓഫ് ചെയ്തു. എന്തോ ഭാഗ്യം, എന്താ പറയുക, ഒരു മിറാക്കിൾ മാതിരി വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ഇറങ്ങിയാൽ എന്നെ ആരെങ്കിലും രക്ഷിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വണ്ടിയിൽ തന്നെ ഇരുന്നു, ഞാൻ ഇറങ്ങിയിട്ടില്ല. പിന്നെ അടുത്ത ഹോട്ടലിലുള്ള രണ്ട് ഏട്ടന്മാർ വന്നിട്ട് പിന്നെ അവർ ഡോറിന് മുട്ടിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലായത്. എനിക്ക് അത്രയും ഇതിൻ്റെ ഡെപ്ത് മനസ്സിലായത് ആ സമയത്തായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി. പിന്നെ പുറത്തേക്ക് ചളിയായിരുന്നു, ഭയങ്കര മുട്ടോളം വരുന്ന ചളിയായിരുന്നു. ആ ചളിയിലോട്ട് അവരെന്നെ എങ്ങനെയല്ലോ എന്താ പറയണ്ട കൈ പിടിച്ചിട്ട് എന്നെ പുറത്തേക്ക് ആ ഹോട്ടലിലേക്ക് എത്തിച്ചു. ഇവിടെ സൂചിപ്പിച്ചത് ഇന്നലെ ഉണ്ടായ ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് ടീച്ചർ ഇപ്പോഴും മുക്തയായിട്ടില്ല. ഇപ്പോഴും ആ ഞെട്ടലിൽ തന്നെയാണ് ഉള്ളത്. ഈ പ്രദേശത്ത് ഇന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ MLAയുടെ നേതൃത്വത്തിലൊക്കെ ഒരു സർവകക്ഷി യോഗം വൈകുന്നേരം നടക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തിയില്ലെങ്കിൽ അതിശക്തമായ സമരത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. നേരത്തെ പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഈ ഭാഗത്ത് മണ്ണ് ഇങ്ങനെ വ്യാപകമായി എടുക്കുന്നതും അതോടൊപ്പം തന്നെ കുന്നിടിക്കുന്നതും വലിയ അപകടത്തിന് കാരണമാവും എന്ന കാര്യം നാട്ടുകാർ പല സന്ദർഭങ്ങളിലായി അറിയിച്ചതാണ്. പക്ഷേ സുരക്ഷാ സംവിധാനം ഒന്നും തന്നെ ഇതിന്റെ നിർമ്മാണത്തിൽ എടുത്തിട്ടില്ല. മേഘ കൺസ്ട്രക്ഷൻ കാസർഗോഡ് ചെറുവത്തൂരിലായിരുന്നു ഇന്നലെ മണ്ണിടിച്ചിൽ അപകടമുണ്ടായത്. ഇപ്പോഴും അവിടെ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.